നിത്യഹരിത നഗരം ഏതാണെന്ന് അറിയാമോ? നിത്യഹരിത നഗരം തിരുവനന്തപുരമാണ്. നിത്യഹരിത നഗരം തിരുവനന്തപുരം. അതുപോലെ തന്നെ അറബിക്കടലിന്റെ റാണി കൊച്ചിയാണ്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. അറബിക്കടലിന്റെ രാജകുമാരൻ കൊല്ലം. അറബിക്കടലിന്റെ രാജകുമാരൻ കൊല്ലമാണ്. കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം ഏതാണ്? പത്തനംതിട്ടയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. ആരാണ്? കഴ്സൺ പ്രഭുവാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കേരളത്തിന്റെ ഫുട്ബോൾ തലസ്ഥാനം ഏതാണ്? ഫുട്ബോൾ തലസ്ഥാനം മലപ്പുറമാണ്. അതുപോലെ തന്നെ കേരള ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. അവിടെയാണ്, മലപ്പുറത്താണ്. അതുപോലെ ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറമാണ്. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവയാണ്. എവിടെയാണ്? ആലുവ, എറണാകുളത്താണ്. അതുപോലെ കേരളത്തിലെ സുഗന്ധവ്യഞ്ജന നഗരം ഏതാണ്? കോഴിക്കോടാണ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന നഗരം കോഴിക്കോടാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ സുഗന്ധവ്യഞ്ജന തോട്ടം ഏതാണ്? ഇടുക്കിയാണ്. ഏതാണ്? ഇടുക്കിയാണ്. ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഇടുക്കി ഗോൾഡ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. ഏതാണ്? കുരുമുളകാണ്. അതുപോലെ തന്നെ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. ഏതാണ്? കാസർഗോഡാണ്. തെയ്യത്തിൻ്റെ നാടെന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ജില്ല പാലക്കാടാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഹൈറേഞ്ചിൻ്റെ കവാടം കോതമംഗലമാണ്. പാവപ്പെട്ടവൻ്റെ ഊട്ടി ഏതാണ്? പാവപ്പെട്ടവൻ്റെ ഊട്ടി ഏതാണ്? നെല്ലിയാമ്പതിയാണ്. ഏതാണ്? നെല്ലിയാമ്പതിയാണ്. കേരളത്തിലെ ഊട്ടി ഏതാണ്? റാണിപുരം കാസർഗോഡ്. ദക്ഷിണേന്ത്യയിലെ കാശ്മീർ ഏതാണ്? ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്. മൂന്നാർ അവിടെയാണ്, ഇടുക്കിയിലാണ്. ദക്ഷിണേന്ത്യയിലെ കാശ്മീർ മൂന്നാർ, ഇടുക്കി. കേരളത്തിലെ കാശ്മീർ മൂന്നാർ, ഇടുക്കി. കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ, ഇടുക്കിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണ്ണാണ്. ഏതാണ്? വാഗമണ്ണാണ്. കേരളത്തിലെ അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. കേരളത്തിലെ അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. അതുപോലെ തന്നെ കേരളത്തിലേക്കുള്ള കവാടം ഏതാണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിലേക്കുള്ള കവാടം പാലക്കാട് ചുരം. വയനാടിൻ്റെ കവാടം ഏതാണ്? ലക്കിടിയാണ്. ഏതാണ്? ലക്കിടിയാണ്. കേരളത്തിലെ ചിറാപ്പുഞ്ചി ഏതാണ്? ലക്കിടിയാണ്. കേരള ചിറാപ്പുഞ്ചിയാണ്, ലക്കിടിയാണ്. പൂരങ്ങളുടെ പൂരങ്ങളുടെ നാട് തൃശ്ശൂരാണ്. പൊറൈനാടെന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. സപ്തഭാഷാ സംഗമഭൂമി ഏതാണ്? കാസർഗോഡാണ്. ദൈവങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്.